പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെ, റിജക്ഷൻ, ബിട്രയൽ, ഇതൊക്കെ ഒരു ജീവിതത്തിൽ നാം ഫേസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് ആവശ്യമാകുന്ന പരിഗണന ലഭിക്കത്തില്ല. നമ്മെ പലപ്പോഴും അവഗണിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഈ റിജക്ഷനും ബിട്രയലിനും പെയിനുണ്ട്. പക്ഷെങ്കിൽ ഓർത്തോണം, യു ആർ വാണ്ടഡ്. നീ വിലയുള്ളവനാ കുഞ്ഞേ, നീ വിലയുള്ളവളാ ദൈവത്തിലേ. നിന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 43:1-2 വാക്യങ്ങൾ. ഐസായ 43 വേഴ്സസ് 1 and 2. ഇപ്പോൾ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. നീ നദികളിൽ കൂടി കിടക്കുമ്പോൾ അവ നിൻ്റെ മീതെ കവിയയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലപ്പോൾ സംഭവിക്കാൻ പറ്റാത്തതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് ഇരിക്കും. എപ്പോഴും നമ്മോട് കാണുമെന്ന് വിചാരിച്ച വ്യക്തി ചിലപ്പോൾ നമ്മെ തള്ളിപ്പറഞ്ഞു എന്നിരിക്കും. നിനക്ക് എപ്പോഴും ആശ്രയിക്കാൻ പറ്റും, ആ വ്യക്തി എപ്പോഴും നിനക്ക് വേണ്ടി കാണുമെന്ന് നീ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് ചില വേദനാജനകമായ ചെയ്തികൾ അവരിൽ നിന്നുണ്ടായി നിനക്ക് ഭാരപ്പെടേണ്ടതായിട്ട് വരും. നീ എക്സ്പീരിയൻസ് ചെയ്യുന്ന പലതും നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിഷയങ്ങളായിരിക്കും. ആ ഓളങ്ങൾ നിൻ്റെ മനസ്സിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നുണ്ടോ? എനിക്ക് ആ വേദന മനസ്സിലാക്കുവാൻ കഴിയും. അത് സത്യം തന്നെയാണ്. എന്നാൽ നിൻ്റെ സ്വപ്നങ്ങളൊക്കെ ഷാറ്റർ ചെയ്തു പോയാലും പൂർണ്ണയാക്കുവാൻ കഴിയുന്ന സന്തോഷവതിയാക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ അല്ലേ നാം സേവിക്കുന്നത്. നമ്മുടെ പ്രാണന് മുറിവുകളുണ്ടാക്കുന്ന അവസ്ഥകളാണ് ഈ റിജക്ഷനും ബിട്രയലുമൊക്കെ. എന്നാൽ നാം തന്നെ ചിലപ്പോൾ ഓർക്കും, കർത്താവേ, ഞാൻ ഇത്ര വിലയില്ലാത്തവളാണോ? ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിൽ കയറിയാൽ ദൈവപൈതലേ, അത് വലിയ പ്രയാസമാണ് കേട്ടോ. പ്രൈസ് ഗോഡ്. നമ്മുടെ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്താനും നമ്മെ വീണ്ടെടുക്കുവാനും വേണ്ടി എപ്പോഴും റെഡിയായിട്ടുള്ള ദൈവമാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഇപ്പോഴത്തെ ആ പെയിൻഫുൾ റോഡ്, ആ റോഡിൻ്റെ അന്തമുണ്ടെന്നേ, അതോർത്ത് വിഷമിച്ച് പോകരുതേ. അത് നിൻ്റെ ഹൃദയത്തെ മുറിപ്പെടുത്തി വല്ലാതാക്കി തീർക്കല്ലേ. നിന്നെ ആഴത്തിൽ സ്നേഹിക്കുവാൻ ഒരു നല്ല ദൈവമുണ്ട്. മനുഷ്യരല്ലേ നിന്നെ റിജക്റ്റ് ചെയ്തത്. നിനക്ക് വില കൽപ്പിക്കാഞ്ഞത് മനുഷ്യരല്ലേ. എന്നാൽ തിരുവചനം ക്ലിയറായിട്ട് പറയുന്നുണ്ട്, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന് നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അല്ലേ. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത്. ആ ദൈവം നമ്മെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന താഴ്വരയുണ്ടല്ലോ, അതൊന്നും ദൈവത്തിന് വലിയ കാര്യമല്ല. എന്നാൽ നിനക്കൊന്ന് കരയാൻ പറ്റുമോ ദൈവസന്നിധിയിൽ? ഈ താഴ്വര, നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ പെയിനിൻ്റെ ഈ താഴ്വരയുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് വർക്ക് ബെഞ്ച്. കാരണം അവിടെ വെച്ചാണ് ദൈവം നിന്നെ പണിതെടുത്ത് വലിയ ആശ്വാസം നിൻ്റെ ഉള്ളിലേക്ക് പകരുന്നത്. സങ്കീർത്തനം 34:18, Psalm 34 വേഴ്സ് 18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ നല്ല ദൈവത്തെ അറിയുവാനിടയായത്
വലിയ ആവശ്യമല്ലേ? നമ്മുടെ വലിയ ആവശ്യം, അതിന് നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അവനിൽ ചാരാം, ആ സ്വർഗീയ പിതാവിൽ ചാരുവാൻ തക്കോണം ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിൻ്റെ ദൃഷ്ടി നിൻ്റെ മേലുണ്ട് ദൈവപൈതലേ. ദൈവം ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കുന്നൊരു ദൈവമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. സ്തോത്രം. അതുകൊണ്ട് വെള്ളത്തിൽ കൂടി പോയാലും തീയിൽ കൂടി പോയാലും എനിക്കൊന്നും പറ്റുകയില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനമുണ്ടല്ലോ, ആ ട്രൂത്തുണ്ടല്ലോ, ആ സത്യമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മുറുകെ പിടിക്കുക. അത് നിൻ്റെ ജീവിതത്തിൽ വലിയ ആശ്വാസത്തിനായിട്ട് ഇടയായിത്തീരും. ചില വേഴ്സസൊക്കെ നാം പേഴ്സണലൈസ് ചെയ്യണം. നാം അത് പഠിച്ചേ പറ്റത്തുള്ളൂ. നീ വെള്ളത്തിൽ കൂടി പോകുമ്പോൾ, നീ തീയിൽ കൂടി കടന്നു പോകുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ള വാക്യങ്ങളിൽ ഞാൻ എപ്പോഴും ആ നീ എന്നുള്ളിടത്ത് ഞാൻ എൻ്റെ പേര് പറഞ്ഞ് വാക്യങ്ങൾ പേഴ്സണലൈസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉദ്ധാരണത്തിന് കാരണമാകും. കർത്താവെ, ഞാൻ ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് സീസണിൽ കൂടെ റൈറ്റ് നൗ പോകുന്നത്, അതെ, ഞാൻ ഉപേക്ഷിക്കപ്പെട്ടവളായി തീരരുതേ. നീ എന്നെ സഹായിക്കാതെ ഒരിക്കലും നടന്നു നീങ്ങത്തില്ലെന്ന് ഞാൻ അറിയുന്നു. എനിക്ക് മറ്റുള്ള ആരുടെയും ഒപ്പീനിയൻസ് കേൾക്കണ്ട. എന്നാൽ നീ എന്നോട് പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ, ആ വാക്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വലിയ വിലയുള്ളതായി കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ തക്കോണം എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിപ്പാൻ ദൈവത്തിലെ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 35-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിന്നിലുള്ള വെളിച്ചം ഇരളാകാതിരിപ്പാൻ നോക്കുക. അത് നാം ചെയ്യേണ്ട ആവശ്യമാണ്. ഒരിക്കലും പറയരുത് എൻ്റെ കാര്യം കഴിഞ്ഞു എന്ന്. അങ്ങനെ പറയുമ്പോൾ മനസ്സിലാക്കണമേ, പൂർണ്ണസമയം നെടുവീർപ്പിടുവാനും പൂർണ്ണസമയം നിരാശാജനകമായൊരു ജീവിതം നയിപ്പാനും പിശാച് നിന്നെ അതിലേക്ക് തള്ളിയിടും. അതുകൊണ്ട് ആ സമയത്തൊക്കെയും നാം പ്രത്യാശയുടെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം ഇടയാകണം. കൺഫ്യൂസ്ഡായി പോകരുത്. ഞാൻ പറയാം, നമ്മുടെ വികാരങ്ങൾ പലവിധമായിട്ടുള്ള ഓളങ്ങൾ ഉതിർത്തുവിടും. നമുക്ക് വിവരിക്കാൻ പറ്റാത്ത അൺഎക്സ്പ്ലെയിൻഡ് എക്സോഷൻ, അതുപോലുള്ള ക്ഷീണം നമുക്ക് വരും. ചിലപ്പോൾ പൊട്ടിപ്പുറപ്പെടുന്ന പോലെ വായിൽ നിന്ന് ചില വാക്കുകൾ നാം പറഞ്ഞു പോകും. ആങ്സൈറ്റി ചിലപ്പോൾ നമ്മെ പിടിച്ചു വന്നിരിക്കും. ഇതിൻ്റെ പേരാണ് ഗ്രീഫ്. പ്രൈസ് ഗോഡ്. ഗ്രീഫ് ഈസ് എ പ്ലേസ് ഹോൾഡർ ഫോർ വാട്ട് വാസ്. നമ്മളുടെ ഹൃദയത്തിൽ പണ്ടുണ്ടായിരുന്ന സ്വപ്നങ്ങളുടെ സ്ഥാനം, ആ സ്ഥാനം വന്ന് ഈ ഗ്രീഫ് അങ്ങ് ഓക്യുപ്പൈ ചെയ്യും. അതായത് ഈ ദണ്ണവും നിരാശയും കയ്പും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ വികാരം. വേർ ദെയർ ഈസ് സോറോ ദെയർ ഈസ് ഗ്രീഫ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പിന്നെ മറ്റുള്ളവരെന്ത് ചെയ്താലും അതിനകത്ത് നന്മ കാണാൻ കഴിയാതെ പോലെ പോകും. ഈ ഗ്രീഫ് വന്നാലുണ്ടല്ലോ, നാം പ്രതീക്ഷിക്കാത്തതുപോലെ നമ്മെ ഞെരിക്കും, നമ്മെ ഉടയ്ക്കും. ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ പറ്റാത്തതുപോലെയുള്ള അവസ്ഥയിൽ അത് നമ്മെ കൊണ്ട് എത്തിക്കും. നമുക്കറിയാമല്ലോ, രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമേലെക്ക് മരിച്ചു, അവളും 2 പുത്രന്മാരും ശേഷിച്ചു. അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ. അവർ ഏകദേശം 10 സംവത്സരോടെ പാർത്തു. പിന്നെ മഹ്ലൂനും കില്യോനും 20 മരിച്ചു. അങ്ങനെ 2 പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു. എന്തോ ഒരു വലിയ ഗ്രീഫാ. ദൈവത്തിലെ വളരെ പേഷ്യൻ്റായിട്ട് നീ തന്നെ ഇരിക്കുക. ദൈവം തീർച്ചയായിട്ടും കരുതലോടെ നിന്നെ മുന്നോട്ട് നടത്തും. നിനക്ക് തോന്നുന്നു നിൻ്റെ ഗ്രീഫ് ജേണി വളരെ യുണീക്കാണെന്ന്. തിരുവചനം എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഞാൻ വായിച്ച ആ വേദഭാഗമുണ്ടല്ലോ, നവോമിയുടെയും രൂത്തിൻ്റെയും ഓർപ്പയുടെയും ആ അവസ്ഥ, പ്രത്യേകിച്ച് അപ്പത്തിൻ്റെ നാടായ ബേത്ത്ലേഹേമിൽ നിന്ന് ഇറങ്ങിപ്പോയ നവോമിയുടെ അവസ്ഥ, അതുപോലെയുള്ള നഷ്ടം കുഞ്ഞെ നിനക്ക് വന്നില്ലല്ലോ.
ലൂക്കോസിൻ്റെ സുവിശേഷം 11:35 നാം പറയുന്നുണ്ട്, ജീസസ് ഗ്രീവ്ഡ് വെൻ ഹിസ് ഫ്രണ്ട് ലാസറസ് ഡൈഡ്. യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 20 പറയുന്നുണ്ട്, 20-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്, സകലതും നഷ്ടപ്പോൾ യോബ് വളരെയധികം ദുഃഖിച്ചു. ജോബ് 1:20. അപ്പോൾ യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചരിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. പ്രൈസ് ഗോഡ്. ഇങ്ങനെയുള്ള എല്ലാ അവസരങ്ങളിലും എന്തു ചെയ്യണമെന്നറിയാമോ? ദൈവത്തെങ്കിലേക്ക് നോക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം ഒരു കാലത്തും നമ്മെ കൈവിടത്തില്ല. കർത്താവിൻ്റെ കൃപ നമ്മെ പൊക്കിയെടുക്കും. അതുകൊണ്ട് മനസ്സിലാക്കണമേ, തകർന്ന മനസ്സ്, ഉടഞ്ഞ ഹൃദയം, ഒഴുകിപ്പോകുന്ന കണ്ണുനീര്, ഇതൊന്നും നിലനിൽക്കത്തില്ല. ഇതിനെല്ലാം ഒരു വ്യത്യാസം സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. ദൈവം എന്നെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നീ ഉദ്ധാരണങ്ങളുടെ ദൈവമാ, അവസ്ഥകൾക്ക് വ്യത്യാസം തരുന്ന ദൈവമാ, ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന ദൈവമാ, തകർന്നു പോകാതെ ക്ഷീണിച്ചു പോകാതെ ഞങ്ങളെ പരിപാലിക്കുന്ന നടത്തുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയിൽ, താഴ്വരയുടെ അവസ്ഥയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. നീ താഴ്വരയിൽ ഇറങ്ങി വന്ന് കരയുന്നവരോട് കരയുന്നവനായിട്ടുള്ള ദൈവം ഞങ്ങളെ ആശ്വസിപ്പിച്ച് വിലയുള്ളവരാക്കി തീർക്കുമെന്ന് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ ചെയ്യുമാറാകണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.